ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേമാണ് സ്പ്രെഡ്. സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോറക്സ് ട്രേഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കോമൺലി കേൾക്കുന്ന ഒരു ടേമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ സ്പ്രെഡ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ന്. സ്പ്രെഡ് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഗ് പ്രൈസ് ആൻഡ് ആസ്ക് പ്രൈസ് ഓഫ് എ കറന്റ് പെയർ. അതായത് നമ്മൾ കറൻസീസ് നമ്മൾ പെയറിലാണ് എടുക്കാറുള്ളത്, അതിന്റെ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഈ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇപ്പം ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, അപ്പം എന്താണ് ഈ ബിഡ് പ്രൈസ് ആൻഡ് ആസ്ക് പ്രൈസ് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, കറൻസി നമ്മൾ എന്താണ് പെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ട്രേഡ് ചെയ്യാറ്. ഫോറക്സിൽ ഒറ്റൊരു കറൻസി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ രണ്ട് കൺട്രീന്റെ കറൻസീസിനെ പെയർ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കറൻസീസ് ട്രേഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരു ടേം ആണ് എന്ത്, സ്പ്രെഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞ ഒരു ടേം ആണ് ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും. സോ അതെന്താന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്താണ് ഈ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും എന്നുള്ളത്, അതിന്റെ ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറഞ്ഞത് സ്ഥിതിക്ക് എന്തായാലും അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണം. സോ എന്താണ് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്? ഈ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് ദ പ്രൈസ് എ ബയർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ ആൻ അസറ്റ്. അതായത് ഒരു അസറ്റ് മേടിക്കാൻ ബയർ കൊടുക്കുന്ന, അതായത് വില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് നമ്മൾ എന്ത് പറയാ, ബിഡ് പ്രൈസ് എന്ന് പറയാം. അതുപോലെ തന്നെ ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സെല്ലർ ആ ഒരു അസറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് നമ്മൾ എന്ത് പറയാ, ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഈ ആസ്ക് പ്രൈസിന്റെയും ബിഡ് പ്രൈസിന്റെയും ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത് രണ്ടും മൈനസ് ചെയ്യുന്ന ഒരു എമൗണ്ട്. ഓക്കെ, നമുക്കൊരു മാത്തമാറ്റിക് കാൽക്കുലേഷൻ ഫോർമാറ്റിൽ നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പ്രെഡ് ഈസ് ഈക്വൽ ടു ആസ്ക് പ്രൈസ് മൈനസ് ബിഡ് പ്രൈസ്. ഒരു എക്സാമ്പിളിന് പറയാം, നമ്മളിവിടെ എടുക്കുന്നത് ഒരു കറൻസി യൂറോ USD എന്നുള്ള ഒരു കറൻസി നമ്മൾ എക്സാമ്പിളിനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ യൂറോന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 1.1000 എന്നുള്ളതാണ്. അതുപോലെ USDന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.003 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കറൻസിന്റെ വാല്യൂനാണ് നമ്മൾ ബിഡ് പ്രൈസ് എന്ന് പറയാം. ഫസ്റ്റ് കറൻസി എന്ന് പറയുന്നത് ബേസ് കറൻസിയാണ്. സോ ആ കറൻസിന്റെ വാല്യൂ ആണ് ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ കറൻസി എന്ന് പറയുന്നത് കോഡ് കറൻസിയാണ്. സോ ആ കോഡ് കറൻസിന്റെ പ്രൈസ് ആസ്ക് പ്രൈസ് ആണ്. സോ ഈ രണ്ട് പ്രൈസും കൂടി മൈനസ് ചെയ്തുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂയാണ് എന്ത് പറയുന്നത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1.1000 മൈനസ് 1.003. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.003 എന്ന് പറയും. സോ ഇതിനെ നമ്മൾ പിപ്പ് എന്നാണ് പറയാ. ആ ഒരു 3നെ നമ്മൾ പിപ്പ് എന്ന് പറയും. സോ നമുക്ക് എന്താണ് ഈ പിപ്പ് എന്നുള്ളത് നോക്കാം. പിപ്പ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൊമെന്റ് ഇൻ എ ഫോറക്സ് ആണ്. അതായത് വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂലെ ഫോർത്ത് ഡെസിമലിനെയാണ് നമ്മൾ എന്ത് പറയുക, പിപ്പ് എന്ന് പറയുന്നത്. സോ എത്രയാണോ നമുക്ക് മൈനസ് ചെയ്ത് കിട്ടുന്നത്, 4 ആണെങ്കിൽ 4 പിപ്പ് എന്ന് പറയും, 3 ആണെങ്കിൽ 3 പിപ്പ്, അങ്ങനെയാണ് പറയാറുള്ളത്. ഫോർത്ത് ഡെസിമലിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് തന്നെ നോക്കാം. യൂറോ USDനെ ആ ഒരു പെയറിനെ എടുത്ത് അത് മൂവ് ചെയ്യുന്നത് നോക്കാം. അതായത് യൂറോ എന്നുള്ളതിന്റെ ആ ഒരു വാല്യൂ, ആ ഒരു പെയറിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് 1.1050 നിന്നും 1.5051. ഒരു എക്സാമ്പിളിന് പറയാണ്. സോ അതിന്റെ ഫോർത്ത് ഡെസിമൽ എന്ന് പറയുന്നത് 1 ആണ്. സോ അതിന് 1 പിപ്പ് എന്നാണ് പറയുന്നത്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് സ്പ്രെഡ് എന്ന് പറയുന്നത് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ആസ്ക് പ്രൈസ് എന്താണ്, ബിഡ് പ്രൈസ് എന്താണെന്നുള്ള ഓൾറെഡി പറഞ്ഞു. സോ നമുക്ക് മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂവിനെ നമ്മൾ പിപ്പ് എന്ന് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. സോ എന്താണ് പിപ്പ് എന്നുള്ളതും പറഞ്ഞു. അതായത് ഫോർത്ത് ഡെസിമൽ പ്ലേസ് ഫോർ ദ മോസ്റ്റ് പെയർസ്. ആ ഒരു പെയറിലെ ഫോർത്ത് ഡെസിമലിനെയാണ് നമ്മൾ എന്ത് പറയുക, പിപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം വൈ സ്പ്രെഡ് മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഈ സ്പ്രെഡ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേം ഒന്നുമല്ല. എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് ആണ്. അതായത് സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ when you open a trade you startly slight negative because of the spread. സ്പ്രെഡ് ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതിനെക്കാട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ടേം എന്താണ്, സ്പ്രെഡ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്മോളർ സ്പ്രെഡ് ആണ് ഉള്ളതെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് കോസ്റ്റ്, ട്രേഡ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പർ ആയിരിക്കും. അതുപോലെ നേരെ ഓപ്പോസിറ്റ്, അതാണ് ബിഗ്ഗർ ആണ് നമ്മൾ സ്പ്രെഡ് എങ്കിൽ ട്രേഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സ്മോളർ ആണ് സ്പ്രെഡ് എങ്കിൽ ചീപ്പർ ആയിരിക്കും ട്രേഡിംഗ് കോസ്റ്റ്.
നേരെ തിരിച്ചും ബിഗ്ഗർ ആണ് സ്പ്രെഡ് എങ്കിൽ ട്രേഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. സോ ഇത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ്, പക്ഷേ കോമൺലി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടേം ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേം അല്ല. ഇപ്പം വല്ല ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ്. ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് കറൻസിന്റെ വാല്യൂ, ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് കറൻസിന്റെ വാല്യൂ. അത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഡെസിമലിലാണോ കിട്ടുക അതിന്റെ 4th ഡെസിമൽ വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതായത് 1.003 ആണെങ്കിൽ നമ്മൾ 3 പിപ്പ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു ടേം ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.